നോക്കിയയും അംബാസിഡറും ഒക്കെ ഒരു കാലത്ത് ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡ്സ് ആയിരുന്നു. പക്ഷേ ഇന്നോവേഷൻ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ അവർ മാർക്കറ്റിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായിപ്പോയി. ഇന്ത്യയിൽ ഏകദേശം ഇതേപോലെ 30 വർഷത്തോളം ഒന്നാമനായി നിന്ന ഒരു സ്കൂട്ടർ ബ്രാൻഡ് ഉണ്ടായിരുന്നു, ബജാജ് ചേതക്. തങ്ങൾ എവിടെയോ പിന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ആ ഒരു ഒറ്റ നിമിഷം ബജാജ് ചേതക്കിനെ ഒറ്റയടിക്ക് അങ്ങ് കൊന്നുകളഞ്ഞു. രാജീവ് ബജാജ് കമ്പനിയുടെ ചെയർമാനായി വരുന്ന ടൈം. അപ്പോൾ ഏകദേശം 30 വർഷം ഇന്ത്യൻ സ്കൂട്ടർ മാർക്കറ്റിലെ രാജാവായിരുന്നു ചേതക്. എന്നാൽ പുതിയതായി വരുന്ന സ്പ്ലെൻഡറിന്റെ മുന്നിൽ അന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നു. നല്ല മൈലേജുള്ള 100 cc വന്ന സ്പ്ലെൻഡർ ബൈക്കുകൾ ആളുകൾ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇനിയും ചേതക്കിൽ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ രാജീവ് ബജാജ് മാർക്കറ്റ് നന്നായി പഠിക്കുന്നു. അങ്ങനെ ഒരു പുതിയ ബൈക്ക് തന്നെ നിർമ്മിച്ചു. കഴിഞ്ഞ 25 കൊല്ലമായി ഇന്നും പ്യുവർ മസ്കുലിനിറ്റിയുടെ സിമ്പലായ ആ ബൈക്ക് ഇത് ബജാജ് പൾസർ. അന്ന് ആദ്യമായി പൾസർ ഇറങ്ങുന്നത് തന്നെ ഒരു ചീറ്റയുടെ ലുക്കിലായിരുന്നു, അതും 150 cc. അതിനുശേഷം ബജാജിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഏതൊക്കെ ബൈക്ക് വന്നാലും അന്നത്തെ പ്രൈം പൾസറിന്റെ ഫാൻ ബേസ് നേടിയെടുക്കുക അത്ര എളുപ്പമല്ല. നിങ്ങളുടെ ഫസ്റ്റ് ബൈക്ക് ഏതായിരുന്നു? കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക.